ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ആഫ്രിക്കയെ മൂല്യനിർമ്മാണത്തിനും സുസ്ഥിര വളർച്ചയ്ക്കും നേതൃത്വം നൽകേണ്ട ഭൂഖണ്ഡമായി കണക്കാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാങ്കിംഗ് ഇതര ധനകാര്യ കമ്പനികളും ബാങ്കുകളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നത് ഉപഭോക്താക്കൾക്ക് ഗുണം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. കേന്ദ്ര കായിക സഹമന്ത്രി രക്ഷ നിഖിൽ ഖഡ്സെ ഇന്ന് തിരുവനന്തപുരത്ത് കാര്യവട്ടം LNCPയിലെ പുതിയ മെഡിക്കൽ സെന്റർ ഉദ്ഘാടനം ചെയ്യും. ജനങ്ങളുടെ പരാതികൾ കൈകാര്യം ചെയ്യുന്നതിൽ അടിസ്ഥാനപരമായ മാറ്റം കൊണ്ടുവരേണ്ടത് അനിവാര്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. കേരളത്തിൽ നിപ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും കേന്ദ്ര സംഘം മലപ്പുറത്തെത്തി. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 6 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. ആഫ്രിക്കയെ അസംസ്കൃത വസ്തുക്കളുടെ ഉറവിടമായി മാത്രം കാണരുതെന്നും മൂല്യനിർമ്മാണത്തിനും സുസ്ഥിര വളർച്ചയ്ക്കും നേതൃത്വം നൽകേണ്ട ഒരു ഭൂഖണ്ഡമായി കണക്കാക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമീബിയൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആഫ്രിക്കൻ യൂണിയന്റെ 2063 അജണ്ടയ്ക്കും വ്യവസായവൽക്കരണ ലക്ഷ്യങ്ങൾക്കും ഇന്ത്യയുടെ ശക്തമായ പിന്തുണ അദ്ദേഹം ആവർത്തിച്ചു. പ്രതിരോധം, സുരക്ഷ തുടങ്ങിയ പ്രധാന മേഖലകളിൽ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത അദ്ദേഹം ഉറപ്പിച്ചു. Our development partnership in Africa is worth over $12 billion. But its real value is in shared growth and shared purpose. We continue to build local skills, create local jobs, and support local innovations. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്നലെ ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു. JNUവിന്റെ ഇന്ത്യൻ വിജ്ഞാന വ്യവസ്ഥകൾ എന്ന വിഷയത്തിലുള്ള 1ാം വാർഷിക അക്കാദമിക് സമ്മേളനം ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. 3 ദിവസത്തെ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി സർബാനന്ദ സോണോവാളും പങ്കെടുക്കും. ആയുഷ് മന്ത്രാലയവുമായി സഹകരിച്ചാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ബാങ്കിംഗ് ഇതര ധനകാര്യ കമ്പനികൾ NBFC അവരുടെ വിശ്വസ്തതയും ധാർമ്മികതയും നിലനിർത്തുന്നതിന് ഉപഭോക്തൃ സംരക്ഷണം, റിസ്ക് മാനേജ്മെന്റ് എന്നിവ സംയോജിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ. ന്യൂഡൽഹിയിൽ നടന്ന NBFC സിംബോസിയത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ധനമന്ത്രി. NBFCകളും ബാങ്കുകളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നത് ഉപഭോക്താക്കൾക്ക് ഗുണം ചെയ്യുമെന്നും ശ്രീമതി സീതാരാമൻ അഭിപ്രായപ്പെട്ടു. I would expect our public sector banks in the states where you are the lead bank to call the NBFCs and talk among yourselves as to how better you can work together and benefit the ultimate customer at the last mile to get the benefits of co-lending. കിഴക്കൻ സംസ്ഥാനങ്ങളുടെ പ്രാദേശിക കൌൺസിലിന്റെ 27ാമത് യോഗം ഇന്ന് റാഞ്ചിയിൽ നടക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ജാർഖണ്ഡ്, ബീഹാർ, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നീ 4 കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 70 പ്രതിനിധികൾ പങ്കെടുക്കും. അന്തർ സംസ്ഥാന പ്രശ്നങ്ങൾ, കേന്ദ്രത്തിൽ നിന്നുള്ള കുടിശ്ശിക തുടങ്ങിയ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും. ഗുജറാത്തിൽ പാലം തകർന്ന് 9ഓളം പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. ആനന്ദ്, വഡോദര ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഗംഭീര പാലമാണ് ഇന്നലെ തകർന്നത്. മരിച്ചവരുടെ കുടുംബത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും നൽകും. BJP മുതിർന്ന നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷാ നാളെ തിരുവനന്തപുരത്തെത്തും. മറ്റന്നാൾ BJPയുടെ പുതിയ സംസ്ഥാന കാര്യാലയം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. പുത്തരിക്കണ്ടം മൈതാനത്ത് തെക്കൻ ജില്ലകളിലെ ബൂത്ത് ലെവൽ നേതാക്കളെ അഭിസംബോധന ചെയ്യുന്ന അദ്ദേഹം BJP സംസ്ഥാന നേതൃയോഗത്തിലും പങ്കെടുക്കും. കണ്ണൂർ തളിപ്പറമ്പിൽ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലും കേന്ദ്രമന്ത്രി ദർശനം നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിൽ തിരുവനന്തപുരം കാര്യവട്ടം LNCPയിലെ പുതിയ മെഡിക്കൽ സെന്ററിന്റെ ഉദ്ഘാടനം ഇന്ന് കേന്ദ്ര കായിക സഹമന്ത്രി രക്ഷ നിഖിൽ ഖഡ്സെ നിർവഹിക്കും. മികച്ച കായിക താരങ്ങൾ, പരിശീലകർ തുടങ്ങിയവരെ കേന്ദ്ര സഹമന്ത്രി ആദരിക്കും. കളരിപ്പയറ്റ്, തായ്ക്കോണ്ടോ, യോഗ, വോളിബോൾ എന്നിവയുടെ പ്രദർശനവും ഉണ്ടാകും. തിരുവനന്തപുരം ഗോൾഫ് ക്ലബ്ബും മന്ത്രി സന്ദർശിക്കും. നിപ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും കേന്ദ്ര സംഘം മലപ്പുറത്തെത്തി.
കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിയോഗിച്ച നാഷണൽ ജോയിന്റ് ഔട്ട്ബ്രേക്ക് റെസ്പോൺസ് ടീമാണ് എത്തിയത്. വവ്വാലുകളുടെ നിരീക്ഷണത്തിനും സർവേക്കുമായി മറ്റൊരു സംഘവും ജില്ലയിലെത്തും. നിലവിൽ ഇവർ പാലക്കാടാണ് ഉള്ളത്. അതേസമയം കേരളത്തിൽ നിപ വ്യാപനത്തിനെതിരെ കർശന ജാഗ്രത തുടരുകയാണ്. ഇന്നലെ മലപ്പുറം കോട്ടയ്ക്കലിൽ നിപ ഹൈ റിസ്ക് സമ്പർക്ക പട്ടികയിലുണ്ടായിരുന്ന സ്ത്രീ മരിച്ചിരുന്നു. ഇവരുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. നിലവിൽ 485 പേരാണ് സംസ്ഥാനത്ത് നിപ സമ്പർക്ക പട്ടികയിലുള്ളത്. ജനങ്ങളുടെ പരാതികൾ കൈകാര്യം ചെയ്യുന്നതിൽ അടിസ്ഥാനപരമായ മാറ്റം കൊണ്ടുവരേണ്ടത് അനിവാര്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. പരാതിക്കാരുടെ സംതൃപ്തി ഉറപ്പാക്കാൻ പരാതി പരിഹാര സെല്ലുകൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഒരു ദേശീയ ശില്പശാലയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ജിതേന്ദ്ര സിംഗ്. രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് അക്കാദമിക അറിവുകളും പ്രാവർത്തിക രീതികളും സംയോജിപ്പിച്ചുള്ള തന്ത്രം രൂപപ്പെടുത്തേണ്ടത് അനിവാര്യമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഡൽഹി IIT സംഘടിപ്പിച്ച ദേശീയ ശില്പശാലയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2070 നെറ്റ് സീറോ കാർബൺ എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യയെന്നും അദ്ദേഹം വ്യക്തമാക്കി. एनर्जी ट्रांसपोर्टेशन में लगती है, एनर्जी डे टू डे लाइफ में लगती है, एनर्जी सभी में लगती है. एनर्जी की स्मार्ट यूज तक हमें एक दुनिया में नया प्रोटोकॉल की आवश्यकता होती है और ये सिर्फ एकेडमिक नॉलेज से नहीं होगा. इसको एकेडमिक नॉलेज को सोसाइटल प्रैक्टिस से कन्वर्ट करना पड़ेगा. കേരളത്തിൽ കീം പരീക്ഷാഫലം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയതിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. പരീക്ഷയുടെ പ്രോസ്പെക്ടസ് പുറത്തിറക്കിയ ശേഷം വെയിറ്റേജ് മാറ്റിയത് നിയമപരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സിംഗിൾ ബെഞ്ച് ഫലം റദ്ദാക്കിയത്. കേരള സിലബസ് വിദ്യാർത്ഥികളുടെ മാർക്ക് ഏകീകരണ ഫോർമുല ചോദ്യം ചെയ്തായിരുന്നു ഹർജി. ഇംഗ്ലണ്ടിൽ നടന്ന ഇന്ത്യ-ഇംഗ്ലണ്ട് വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരത്തിൽ ഇന്ത്യൻ ടീം ആതിഥേയരെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ഇതോടെ 5 മത്സരങ്ങളുടെ പരമ്പര ഇന്ത്യ 3-1 സ്വന്തമാക്കി. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 126 റൺസ് നേടിയിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 17 ഓവറിൽ ലക്ഷ്യം മറികടന്നു. ഇന്ത്യ-ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരത്തിന് ഇന്ന് വെസ്റ്റ് മിനിസ്റ്ററിൽ തുടക്കമാകും. ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 മത്സരം. ഇരു ടീമുകളും പരമ്പരയിലെ ഓരോ മത്സരങ്ങൾ വീതം വിജയിച്ചിട്ടുണ്ട്. ഈ മാസം 24 4ാം മത്സരം. വിംബിൾഡൺ ടെന്നീസിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ന് നടക്കുന്ന വനിതാ വിഭാഗം മത്സരത്തിൽ ലോക 1ാം നമ്പർ താരം പോളണ്ടിന്റെ ഇഗ സ്വിയാടെക് സ്വിറ്റ്സർലൻഡിന്റെ ബെലിൻഡ ബെൻസിക്കിയെ നേരിടും. മറ്റൊരു മത്സരത്തിൽ ബെലാറഷ്യൻ താരം അരിന സബലങ്കെ അമേരിക്കയുടെ അമാൻഡ അനിസിമോവയെയും നേരിടും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് ഈ മാസം 12 വരെ കർണാടക തീരത്ത് നിന്നും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. ഡൽഹിയിൽ കനത്ത മഴ തുടരുന്നതിനാൽ യാത്രക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളം. വിമാനത്താവളത്തിലെത്താനുള്ള കാലതാമസം ഒഴിവാക്കാൻ ഡൽഹി മെട്രോ ഉൾപ്പെടെയുള്ള ഇതര ഗതാഗത മാർഗങ്ങൾ പരിഗണിക്കണമെന്ന് അധികൃതർ യാത്രക്കാരോട് ആവശ്യപ്പെട്ടു. വിമാനങ്ങളുടെ ഏറ്റവും പുതിയ വിവരങ്ങൾക്ക് അതാത് എയർലൈൻസുകളുമായി ബന്ധപ്പെടണമെന്ന് അധികൃതർ അറിയിച്ചു. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന മാധ്യമ ശില്പശാല ഇന്ന് കണ്ണൂർ തളിപ്പറമ്പിൽ നടക്കും. PIB കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി ശില്പശാല ഉദ്ഘാടനം ചെയ്യും. പത്മശ്രീ പുരസ്കാര ജേതാവ് EP നാരായണൻ പെരുവണ്ണാൻ, മുതിർന്ന മാധ്യമപ്രവർത്തകനായ VV പരമേശ്വരൻ എന്നിവരെ ആദരിക്കും. തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് മൊബൈൽ പാസ്പോർട്ട് സേവാ വാനുകൾ വിന്യസിക്കുന്നു. ഇന്ന് തിരുവനന്തപുരം കളക്ടറേറ്റ് പരിസരത്ത് ജില്ലാ കളക്ടർ അനുകുമാരിയും റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ജീവ മരിയ ജോയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ അപേക്ഷകർക്ക് സേവനം ലഭ്യമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ആഫ്രിക്കയെ മൂല്യനിർമ്മാണത്തിനും സുസ്ഥിര വളർച്ചയ്ക്കും നേതൃത്വം നൽകേണ്ട ഭൂഖണ്ഡമായി കണക്കാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാങ്കിംഗ് ഇതര ധനകാര്യ കമ്പനികളും ബാങ്കുകളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നത് ഉപഭോക്താക്കൾക്ക് ഗുണം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. കേന്ദ്ര കായിക സഹമന്ത്രി രക്ഷ നിഖിൽ ഖഡ്സെ ഇന്ന് തിരുവനന്തപുരത്ത് കാര്യവട്ടം LNCPയിലെ പുതിയ മെഡിക്കൽ സെന്റർ ഉദ്ഘാടനം ചെയ്യും. ജനങ്ങളുടെ പരാതികൾ കൈകാര്യം ചെയ്യുന്നതിൽ അടിസ്ഥാനപരമായ മാറ്റം കൊണ്ടുവരേണ്ടത് അനിവാര്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. കേരളത്തിൽ നിപ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും കേന്ദ്ര സംഘം മലപ്പുറത്തെത്തി. ഇന്ത്യ-ഇംഗ്ലണ്ട് വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 6 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.